വൈകുന്നേരമായി. ഓഫീസിൽ നിന്ന് അവൻ കുറച്ച് നേരത്തെ ഇറങ്ങി. എന്താ ഇന്ന് നേരത്തെ? കൂട്ടുകാർ ചോദിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. രാവിലെ കയറാൻ പറ്റിയില്ല, വൈകുന്നേരം ഒന്ന് കയറണം. ഓ, നിനക്കേത് കൂട്ടുകാരൻ? പിന്നെ എനിക്ക് നിങ്ങൾ മാത്രമുള്ള കൂട്ടുകാർ, എനിക്ക് വേറെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിന്ന് നേരത്തെ ഇറങ്ങുന്നത്, അവൻ പറഞ്ഞു. സൗമ്യയോട് അവൻ കാര്യം പറഞ്ഞില്ല. കാര്യം അവൾ ഒരു 100 കൂട്ടം ക്വസ്റ്റ്യൻ ചോദിക്കും, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞുകൊണ്ട് പരാതി വേറെ പറയും. അതുകൊണ്ട് പാലുകാച്ചിന് പോകുന്നു എന്ന് കള്ളം പറഞ്ഞത് ഓഫീസിൽ മാത്രമാണ്. രമ്യയോട് ഒന്നും പറഞ്ഞില്ല. അഥവാ കുറച്ച് ലേറ്റായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നു എന്നോ കടയിൽ കയറിയെന്നോ പറയാം. അങ്ങനെ അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി. പതിവില്ലാതെ ഇന്ന് കാറുമായിട്ടാണ് വന്നത്, കാരണം രമ്യ ഉണ്ടല്ലോ. അങ്ങനെ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രമ്യയെ വിളിച്ചു. ഹലോ രമ്യ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്, നീ എവിടെയാണ്? ഞാൻ താണ്ടായി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, ഞാനിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങാം എന്ന് അവൾ പറഞ്ഞു. വേണ്ട, ഇപ്പോൾ ഇറങ്ങണ്ട, ഞാൻ എത്താറാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് സമാധാനമില്ലാത്തതിനാൽ അവൾ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നു. കുറേ നേരം കാത്തു നിന്നപ്പോഴാണ് രവി വന്നത്. അങ്ങനെ രവിയുടെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവൾ കയറി. അതിനുശേഷം രണ്ടുപേരും കൂടി പരസ്പരം കുറച്ചു നേരം മൗനമായിരുന്നു. രമ്യ ചോദിച്ചു, നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ആ വീട്ടിലേക്ക് തന്നെ പോയാലോ? അവൻ ചോദിച്ചു, ഏത് വീട്ടിലേക്ക്? നിങ്ങൾ എനിക്കായി വാങ്ങിച്ച വീട്ടിലേക്ക്. ആ വീട്ടിലേക്ക് എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അയൽക്കാരെന്ത് കരുതും? അയൽക്കാരെന്ത് കരുതാനാണ്? നമ്മൾ വാങ്ങിച്ച വീടല്ലേ. അവനൊന്നും മിണ്ടിയില്ല. എങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് അവൻ വിചാരിച്ചു. കുറച്ചു നേരം ആരും അറിയാതെ അവൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കിട്ട് അവളോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്നും അവൻ ചിന്തിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി രമ്യയ്ക്കായി വാങ്ങിച്ച വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ആ വീട്ടിലെത്തിയതിനു ശേഷം രണ്ടുപേരും അകത്തേക്ക് കയറാൻ താക്കോലില്ലാത്തതിനാൽ സിറ്റൗട്ടിലിരുന്നു. കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കുഞ്ഞിനെ ഒരു കൂട്ടുകാരിയെ ഏൽപ്പിച്ചിട്ടാണ് അവൾ രവിയോടൊപ്പം വന്നത്. മനോജിന്റെ അമ്മയ്ക്ക് വയ്യാത്തതിനാൽ മനോജിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രമ്യ രവിയുടെ അടുത്തോട്ട് വന്നിരുന്നു. അവന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അവൻ പറഞ്ഞു, നീ അവിടെ പോയി ഇരിക്കുക, ആരെങ്കിലും കണ്ടാൽ. ആര് കണ്ടാൽ എന്താ? നിങ്ങൾ ഒരിക്കലും എൻ്റെ ഭർത്താവായിരുന്നില്ലേ? ഇവളുടെ സമീപനത്തിലെ മാറ്റം രവിയെ പേടിപ്പിച്ചു. ഇവളെന്താണ് ഇങ്ങനെയെന്നാണ്. മുമ്പാണെങ്കിൽ എന്നെ ഉപദേശിക്കുമായിരുന്നു, രവി ആരും കാണല്ലേ, രവി അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ അവൾക്കിപ്പോൾ എന്തോ ഒരു മാറ്റം പോലെ. തന്നെ സ്വന്തമാകാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് പോലും അവൻ ഭയന്നു. അവൾ തന്നോട് കൂടുതൽ അടുപ്പത്തിന് വരുന്നു. അവനോട് ചേർന്നിരുന്നപ്പോൾ അവൻ എന്തോ അസ്വസ്ഥത തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത് കുറച്ച് മാറിയിരിക്കാൻ. പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ കുറച്ച് നീങ്ങിയിരുന്നു. അവൾ പറഞ്ഞു, എന്താ രവിക്ക് എന്നോടൊരു അടുപ്പക്കുറവ്? എനിക്ക് നിന്നോട് ഒരടുപ്പക്കുറവും ഇല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ രമ്യയെ? രവിക്ക് എന്താണ് ഇത്ര പ്രശ്നം? അവൾ ചോദിച്ചു. ഇവൾ ആധികാരികമായി തൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അവന് വീണ്ടും ടെൻഷനായി. തൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ ഇവൾ തൻ്റെ ആരാണ് എന്നവന് തോന്നി. കാരണം സൗമ്യയാണിത് ചോദിച്ചിരുന്നെങ്കിൽ കാര്യമുണ്ടായിരുന്നു. ഇവൾക്കിത് ചോദിക്കേണ്ട കാര്യം എന്താണ്? തനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഇവൾക്ക് എന്താ? തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെ ഇവള് കാരണമാണ്. ഓരോ പ്രശ്നങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതൊക്കെ അറിയേണ്ട കാര്യം ഇവൾക്ക് എന്താണെന്ന് അവന് തോന്നി. പക്ഷേ അവളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ല, എനിക്കിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം എനിക്കിപ്പോൾ നിന്നോട് പറയാൻ പറ്റുമോ? അതെന്താ എന്നോട് പറഞ്ഞാൽ? ഓ, ഒന്നുമില്ല, അവൻ പറഞ്ഞു. നീ കുറച്ചൊക്കെ അകലം പാലിക്കണം എന്നോട്. കാര്യം എന്ന് വെച്ചാൽ നീ എപ്പോഴും ഇങ്ങനെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും നിൽക്കരുത്. നീ തന്നെയല്ലേ മുൻപ് എന്നെ ഉപദേശിച്ചിട്ടുള്ളത്, എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊന്നും ചെയ്യരുത്, നിൻ്റെ ജീവിതം നോക്കണമെന്നൊക്കെ. ഇപ്പോൾ പിന്നെ നീ ഇങ്ങനെ എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഇന്നൊരു ഫാമിലി ഉണ്ട്. എനിക്ക് എൻ്റെ ഭാര്യ സൗമ്യ, പിന്നെ എൻ്റെ മക്കൾ, അമ്മ, അവരെയൊക്കെ കൂടെ നോക്കണ്ടേ? നീ ഇങ്ങനെ എപ്പോഴും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്താൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും ഫോണിൻ്റെ അടുത്ത് കണ്ടെന്നിരിക്കത്തില്ല. അഥവാ അങ്ങനെ സൗമ്യ അങ്ങനെ വന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുകയെന്ന് നിനക്കറിയാമോ? ഞാൻ അതേപ്പറ്റി ഓർത്തില്ല രവി. അതേപ്പറ്റി നീ ഓർക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഈ തമാശയും കുട്ടികളെയൊക്കെ നീ നിർത്തണം. നീ ഒരു പക്വതയായിട്ടുള്ള ഒരു സ്ത്രീയായി മാറി. നിനക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പം നീ വെറും കൊച്ചു കുട്ടികളുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നിനക്ക് എന്നെ കാണുമ്പോൾ മാത്രമാണല്ലോ ഈ കൊഞ്ചലും ഈ കൊച്ചു കുട്ടികളുടെ സ്വഭാവമൊക്കെ. അല്ലാതെ മനോജിൻ്റെ കൂടെ നിന്നപ്പോഴൊക്കെ നീ ഇങ്ങനെയായിരുന്നു? അവൻ ചോദിച്ചു. അത് മനോജ് എന്നെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ കൊഞ്ചിക്കാനും ലാളിക്കാനും വന്നതാണോ നിൻ്റെ പ്രശ്നം? അത് പണ്ടും രവി അങ്ങനെയാണല്ലോ, എന്നോട് കൊഞ്ചലും ലാളനെ ഇച്ചിരി കൂടുതലല്ലേ. അതിൻ്റെ കുഴപ്പങ്ങളാണ് നീ എന്നോട് കാണിച്ചതും, അവൻ പറഞ്ഞു. രവിക്ക് തന്നോടൊരു അകൽച്ച ഉള്ളതുപോലെ അവൾക്ക് തോന്നി. വീടിൻ്റെ കാര്യം എന്തായി? വീട് എന്നെഴുതും? അവൾക്ക് അതായി പിന്നെ ചോദ്യം. അത് 1 മാസത്തിനകം എഴുതാം, ഞാനതൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? അപ്പോൾ രവിക്ക് ഇടയ്ക്ക് ഈ വീട്ടിലും വന്ന് നിൽക്കാമല്ലോ. അങ്ങനെ ഞാൻ വന്ന് നിൽക്കേണ്ട കാര്യം എന്താ? ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച വീടല്ലേ. എനിക്ക് വേണ്ടി വാങ്ങിച്ച വീടായാലും എന്താ? രവിക്ക് ഇവിടെ വന്ന് നിന്നൂടെ? കാരണം രവിയും ഇതിന് ഒരു പങ്കിന് അവകാശിയാണ്. എനിക്ക് അവകാശമൊന്നും വേണ്ട, ഞാൻ അത് നിനക്കായി വാങ്ങിച്ചു തന്ന വീടാണ്. ഞാനിവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം.
അവൾക്ക് ആ വർത്താനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രവി ഇവിടെ വന്ന് ഇടയ്ക്ക് നിൽക്കുമെന്നാണ് അവൾ കരുതിയത്. വരുത്താം, വരാതെ എവിടെ പോവാൻ അവൾ സ്വയം പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു, കുറച്ച് നേരം നമുക്കിവിടെ ഇരുന്നിട്ട് പതുക്കെ പോവാൻ രവി, നിനക്കത് പറയാം. അവളാണെങ്കിൽ വിളിക്കാൻ തുടങ്ങി. പിന്നെ അവൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ മതി, നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. എനിക്ക് രവിയുടെ കൂടെ ഇരിക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എനിക്ക് ഒരു കാലത്ത് ഇഷ്ടമായിരുന്നു. അവളെ ഒന്ന് കുത്തി പറഞ്ഞു. ആ ഇഷ്ടങ്ങളെല്ലാം തല്ലി കെടുത്തി ഇങ്ങനെയൊക്കെ ആക്കിയത് നീ തന്നെയല്ലേ? പഴയതൊക്കെ പറയുന്നത് എന്തിനാ രവി? സംഭവിച്ചു പോയെങ്കിൽ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഇപ്പോൾ നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ ജീവിക്കണം. നിനക്കിപ്പോൾ നിൻ്റെ കുഞ്ഞില്ലേ, എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചുങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എനിക്കെവിടെ രവി ഫാമിലി? നിൻ്റെ ഫാമിലി നീ തന്നെ ഇല്ലാതാക്കിയതല്ലേ, പിന്നെ നിനക്കെങ്ങനെ ഫാമിലി വരും? അവൾ ഒന്നും മിണ്ടിയില്ല. രവിക്ക് ഇപ്പോൾ എന്നോട് പഴയ കണക്കുള്ള ഒരു സ്നേഹവുമില്ല. എനിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്നെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയപ്പോൾ നീ ഒരിക്കൽ ചെയ്ത ചതി അതെന്നെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ ചതി തന്നെ ഞാനും ചെയ്തു കഴിഞ്ഞാൽ ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? രവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തമ്മിൽ അടുപ്പത്തിലായി ഞാൻ എൻ്റെ ഭാര്യയെ ചതിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഞാൻ അറിഞ്ഞ വേദന അവളും അറിയില്ലേ? എന്നെ സ്നേഹിച്ചു എന്ന കുറ്റത്തിന് അവൾക്ക് ഞാൻ അത്രയും ഒരു വലിയ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് നീ തന്ന ശിക്ഷ എന്നെ സ്നേഹിച്ച കുറ്റത്തിന് അവൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? അവൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും പിടിച്ചില്ല. ഞാൻ ചതിച്ചു എന്ന് 1000 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ തിരക്കി വന്നത്? എനിക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്? എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഞാനൊരു ചതിച്ചാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിക്കോളൂ. എനിക്കറിയാം എൻ്റെ കൊച്ചിനെയും കൊണ്ട് ജീവിക്കാൻ, അവൾ പറഞ്ഞു. ഞാൻ നിന്നെ വാശി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാനോ പറഞ്ഞതല്ല. നീ പറയുന്നതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. എനിക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാ സീരിയസ്നെസ്സും മനസ്സിലാവുന്നുണ്ട്. രവി ഇനി കൂടുതൽ സംസാരിക്കേണ്ട. നിന്റെ ഈ സ്വഭാവമാണ് മാറ്റേണ്ടത്. ഞാൻ എന്തോ നിന്നോട് പറഞ്ഞത്, നിനക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നീ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ് എന്ന് കരുതി എന്നെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ എന്നെ ആഗ്രഹിക്കാനോ പാടില്ല. നിന്റെ ഈ സ്വഭാവവും പെരുമാറ്റവും ഇപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ല പറഞ്ഞത്. ഒരിക്കലും നീ എന്നെ ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ചാൽ എന്നെ സ്വന്തമാക്കാനും പറ്റില്ല. പിന്നെ നിന്നെ ഞാൻ ഒരിക്കൽ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടും നീ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ടുമാണ് ഞാൻ നിന്നെ ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നിനക്കൊരു നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് ഈ വീട് വാങ്ങിച്ചു തന്നതും നിന്നെ തുടർന്ന് പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞത്. അതിനെ നീ വേറൊരു രീതിയിൽ കാണരുത് രമ്യ. എൻ്റെ മനസ്സിലും അറിയാതെ ഒരു സ്പാർക്ക് എപ്പോഴൊക്കെയോ വീണിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മാറ്റി. കാരണം എൻ്റെ ഭാര്യ സൗമ്യ, അവളില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ അവളെ എങ്ങനെ ചതിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിലായി. അവൾ പെട്ടെന്ന് മൗനത്തിലായി. എങ്കിൽ നമുക്ക് പോവാം, രമ്യ പറഞ്ഞു. എന്താ പെട്ടെന്ന്? നീ കുറച്ചു നേരം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്, വേണ്ട, എനിക്ക് കൊച്ചിനെയൊക്കെ എടുക്കണം, നമുക്ക് പോവാം. ഓക്കെ, എങ്കിൽ പോവാം. അവളെ കൂടുതൽ ഒന്നിനും നിർബന്ധിക്കാൻ നിന്നില്ല. അവളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം താൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി അവളുടെ കയ്യും കാലും പിടിച്ച് വെറുതെ അവളെ വാശിക്കാരിയാക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ അവളെ കാറിൽ കയറ്റി അവൻ കാർ മുമ്പോട്ടെടുത്തു. ചായ വേണോ? എനിക്ക് വേണ്ട, അവൾ പറഞ്ഞു. നീ എന്താ എന്നോട് പിണങ്ങിയോ? പിണക്കമൊന്നുമില്ല രവി, എനിക്ക് രവിയോടൊന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അത് ഇനിയാണെങ്കിലും ഞാൻ പറയും, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അത് നീ ഏതർത്ഥത്തിൽ എടുത്താലും ശരി തന്നെ. നിന്നെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, അത് ഞാൻ ഇനിയും ചെയ്യും. അത് നീ ഒരിക്കലും നിഷേധിക്കാനും പാടില്ല. പിന്നെ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, ആ ഒരു ബോധം നിനക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് കുടുംബത്തെ ഇല്ലാതാക്കി ഒന്നും നേടാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്ന് ഈ നിലയിലെത്താൻ പോലും കാരണം ഒരുപക്ഷെ എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ കുട്ടികളും ഒക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ മറന്ന് ഒന്നും ചെയ്തുകൂടാ. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അത്രയും ഇതായിട്ട് സംസാരിച്ചത്. നീ ആ ഒരു രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിനക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. അല്ലാതെ നിന്നെ വേദനിപ്പിക്കാനോ ഒന്നിനും പറഞ്ഞതല്ല. ഞാനൊരാളായിട്ട് നിനക്കും നിൻ്റെ കുഞ്ഞിനും എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഞാൻ നിനക്ക് അവൈലബിൾ ആയിരിക്കും. നല്ല രീതിയിലുള്ള റിലേഷന് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണും. ഒരിക്കലും നീ എന്നെ ആഗ്രഹിക്കരുത്. അത് ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇനി ഈ ജന്മം പോലും നീ എന്നെ ആഗ്രഹിക്കാനേ പാടില്ല. കാറിലിരുന്ന് അവൻ പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവൻ പെട്ടെന്ന് കാർ ഒതുക്കി. എന്തിനാ നീ കരയുന്നത്? ഒന്നുമില്ല. അവൻ പെട്ടെന്ന് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.